ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയും വ്യത്യസ്തവുമായ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു പനിയാരം റെസിപ്പി. എല്ലാവർക്കും ദി ഹങ്കർ ട്രാവലറിലേക്ക് സ്വാഗതം. ബാക്കി വന്ന ദോശമാവ്, ഈ ദോശമാവ് കൊണ്ട് എല്ലാവർക്കും ദോശ ഉണ്ടാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പനിയാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന ആ കുറച്ച് ദോശമാവ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് 2 വലിയ സ്പൂൺ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാനായി ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കുക. ഇനി ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഇഞ്ചി, അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കുക. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ഇതിൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. 3 ചെറിയുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മിക്സിയിലേക്ക് ഇടുക. അതുപോലെ 1 പിടി തേങ്ങ ചിരവിയത് ചേർക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതുപോലെ കട്ടി പരുവത്തിലാണ് നമുക്ക് ചമ്മന്തി വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിച്ചത് ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ പനിയാരം ബാറ്റർ റെഡിയായി. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് എല്ലാ കുഴിയിലും നെയ്യിടുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ പകുതി മാത്രം നിറയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ചമ്മന്തി ചേർക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് ഒന്നുകൂടെ വേവിക്കുക. മറിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. രണ്ട് ഭാഗവും നന്നായി വെന്തതിനു ശേഷം നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ചട്നി സ്റ്റഫ്ഡ് സ്വീറ്റ് കോൺ പനിയാരം റെഡി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.